Abba love and cookie stories. ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് മലബാർ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വിഭവമാണ്. അത് പുയ്യാപ്ല സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. നോമ്പിനും പുയ്യാപ്ല സൽക്കാരത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള ചിക്കൻ നിറച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ നിറച്ചത് തന്നെ മലബാർ ഏരിയയിലും പല ഭാഗങ്ങളിലും പല രീതിയിലും പല വെറൈറ്റിയിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ, പത്തിരിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലോട്ടുള്ള ഒരു മസാലക്കൂട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക്, അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് ഒന്ന് കുതിർത്തെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം തീർച്ചയായിട്ടും ചേർക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പിയിലോട്ട് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ പെരിഞ്ജീരകമാണ്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഇതിനെ ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിതിനെ അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കറക്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ പറയുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാനിത് മുഴുവനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കറക്റ്റ് മെഷർമെൻറ്റ് പറയാത്തത്. പിന്നെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന ഓരോ മസാലക്കൂട്ടും വ്യത്യാസമാവുമല്ലോ. ഞാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എരിവ്, പുളി, അതുപോലെ തന്നെ ഉപ്പ് എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ ഓരോരുത്തരുടെ വീട്ടിൽ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തോളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ടീസ്പൂൺ അളവിൽ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൽ ആ ഒരു റോ സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ നിറച്ചത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഏകദേശം 1 കിലോഗ്രാം അളവിലുള്ള ചിക്കനാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അധികം മൂപ്പൊന്നും ഇല്ലാത്ത ഈ ഒരു പരുവത്തിലുള്ള, അധികം വലിപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള ചിക്കനാണ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളും പുറവും എല്ലാം നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് ക്ലീനാക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി എടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഒരു 3 മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഈ മസാലക്കൂട്ടിലോട്ടായിട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. അധികം വലിപ്പമില്ലാത്ത മുട്ടയാണ് കേട്ടോ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ്. ആ ഒരു പരുവത്തിലുള്ള മുട്ട വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇതിങ്ങനെ ഫില്ലാക്കി കൊടുക്കാം. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഈ മസാലക്കൂട്ട് ഇതിൻ്റെ ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനും ഉപ്പും എരിവെല്ലാം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളിലായിട്ട് നമുക്കിതുപോലെ കൂടുതൽ ആഴത്തിൽ വേണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിൽ പതുക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കൂടുതൽ ആഴത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ പതുക്കെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഫില്ലിങ്സ് ഒക്കെ നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കുമ്പോൾ എൻ്റെ ചുറ്റിലായിട്ട് മിയക്കുട്ടിയും സൈക്കുട്ടിയും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ ഉപ്പിട്ട് തരാമെന്ന് പറഞ്ഞിട്ടും ഒരാൾ മസാല ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു മുട്ട ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ആ മസാലക്കൂട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഫില്ലാക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു മുട്ട വെച്ച് കൊടുക്കുക. ആ ഒരു പരുവത്തിൽ നമുക്കിത് മുഴുവനായിട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഞാൻ ഫില്ലാക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചി അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇത് എത്രയോ പോപ്പുലറായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാരണം പണ്ട് തൊട്ട് തന്നെ മലബാർ ഏരിയയിലെ കല്യാണത്തിന്, അതായത് എൻ്റെ ഉമ്മൻ്റെ കല്യാണത്തിൻ്റെ, എൻ്റെ ഉമ്മച്ചിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഇതുപോലെയാണെന്ന് പറയും. ചിക്കന് നിറച്ചത് ഇതുപോലെ പുതിയാപ്പിളൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. അപ്പോൾ ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കന്, അന്നൊന്നും ചിക്കൻ അത്രമാത്രം ഫേമസ് ഒന്നുമില്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പല്ലേ. അപ്പോൾ ഈ ഒരു ചിക്കന് നന്നായിട്ട് ഇതുപോലെ
ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് ഒരു വലിയൊരു തളികയിൽ അതിൻ്റെ അടിയിലായിട്ട് ഈ ചിക്കൻ വെച്ച് കൊടുക്കും. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഫുള്ള് നെയ്ച്ചോറൊക്കെ വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് വെക്കും. അപ്പോൾ ഇതുപോലെയുള്ള കുറേ തളികകളുണ്ടാവും. അപ്പോൾ ഈ ഒരു തളിക ആർക്കാണോ കിട്ടുന്നത് അവർ ഭയങ്കര അന്ന് പുയ്യാപ്പിളമാരെ കൂടെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ പോകുമല്ലോ. അപ്പോൾ അവർ ഇതിനു വേണ്ടി ഭയങ്കര അടിപിടിയാണ് എന്നൊക്കെ ഇങ്ങനെ ഉമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് മുതൽ ഫേമസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി ഫുള്ളായിട്ട് ഫില്ലാക്കിയതിന് ശേഷം അതിനെ ഇതുപോലെ ഇങ്ങനെ ഞാനൊരു പച്ച ഈർക്കിൾ വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റി പൊതിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തുന്നിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നിറച്ച ഈ മസാല കൊഴിഞ്ഞു പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒരു പച്ച ഈർക്കിൾ വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റി നമ്മളിതിനെ തുന്നിയെടുക്കുന്നത് കേട്ടോ. ആ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പിന്നെ ആ ഈർക്കിളിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ. അതിങ്ങനെ വെന്ത് കഴിയുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ്. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് ഒരു ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് കുരുവെല്ലാം കളഞ്ഞ് പിഴിഞ്ഞെടുത്ത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്താണ് ചേർക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു മസാലക്കൂട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് ഇത്. നമുക്കിങ്ങനെ ചോറിൻ്റെ കൂടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആവുമെന്ന് എൻ്റെ ഇത്ത വന്നുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് നന്നായിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലോട്ടായിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തോട്ടും എത്തണം കേട്ടോ. കാരണം ഈ ഒരു മസാലക്കൂട്ടാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ നിറച്ചതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എത്ര കണ്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അതിൻ്റെ ഉള്ളിലോട്ടും അതിൻ്റെ ആ കാലിൻ്റെ ഇടയിലോട്ടും എല്ലാ ഭാഗത്തോട്ടും നമുക്കിതിനെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മസാലക്കൂട്ട് ഏകദേശം പകുതി ഭാഗത്തോളം നമ്മൾ അരച്ചെടുത്തതിൻ്റെ പകുതി ഭാഗത്തോളം ഇതിലോട്ടായിട്ട് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ഈ മസാല തേച്ചെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള മസാലക്കൂട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ആ മസാല അരച്ചെടുത്തിട്ടുള്ള മിക്സിൻ്റെ ജാറുണ്ടല്ലോ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് കഴുകിയെടുക്കാൻ. ആ വെള്ളം നമുക്ക് കുക്കറിൻ്റെ അടിയിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചിക്കൻ വെച്ച് കൊടുത്ത് നമ്മുടെ ആ പാത്രത്തിലുള്ള ബാക്കിയുള്ള മസാലയൊക്കെ ഇതിലോട്ട് പുരട്ടി കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ പുരട്ടി വെച്ച് മാറ്റി വെക്കുക. നമ്മുടെ ബാക്കിയുള്ള മസാലക്കൂട്ട് അവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് മസാല മാത്രമേ ഇതിലോട്ട് തേച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ചിക്കനിൽ നമ്മൾ പുരട്ടിയ മസാല ഇതിലോട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പം ഞാൻ കുറച്ചും കൂടി മസാല ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ ചില ഭാഗങ്ങൾ ഇങ്ങനെ മസാല പിടിക്കാത്ത പോലെ തോന്നിയപ്പോൾ ഒന്നും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിച്ചു കൊടുക്കണ്ട. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഞാനിതിലെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് കേട്ടോ ഇനി ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു പാനിലോട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ 4-5 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്കൊരു 3 തണ്ട് കറിവേപ്പില, 3-4 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഇലകളായിട്ട് മാറ്റി വെച്ചിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ കറിവേപ്പില ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്ന് വേവുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. അതുമാത്രമല്ല നമ്മുടെ ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റും ആവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഈ ചിക്കന് വല്ല പതുക്കെ പൊട്ടാതെ എടുത്തിട്ട് വെച്ച് കൊടുക്കുക. കാരണം അത് വെന്തതാണ്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ആ ഒരു പരുവനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ വെന്തെന്ന് വരാം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് പതുക്കെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഇട്ട് കൊടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റോളം ഞാൻ അതിനെ ഇങ്ങനെ ആ ഒരു സൈഡിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലോട്ടായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ? ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഈ ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുത്ത് കാണാനും.
അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഇവിടെ കിടന്നൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ആ സമയം നമുക്ക് അതിലോട്ടുള്ള മസാലക്കൂട്ടൊന്ന് ശരിയാക്കിയെടുക്കുക. അതിങ്ങനെ നന്നായിട്ട് ഓരോ ഭാഗവും നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ മസാലക്കൂട്ടിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഏകദേശം ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഗ്രാമ്പു, 2 ഏലക്ക, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത്, അതായത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു സമയത്ത് നിങ്ങൾ നേരത്തെ മസാലക്കൂട്ടിലോട്ട് നെയ്യാണോ ചേർത്തതെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണല്ലോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ കാഷ്യൂ നട്ട്സ് നന്നായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് മസാലക്കൂട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മസാലക്കൂട്ടിനെ മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൽ ആ റോ സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആ കുക്കറിലുള്ള ആ ഗ്രേവി ഉണ്ടല്ലോ, ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ആ ഗ്രേവി, അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സാക്കി എടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഏകദേശം ഒരു 3-4 മിനിറ്റ് നേരം നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു ഗ്രേവിയിൽ ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്തോളൂ. കാരണം നമ്മളെ ആ ഒരു ചിക്കനിലോട്ട് കുറച്ചും കൂടി ഒരു ഗ്രേവിക്ക് നല്ലൊരു ഉപ്പ് രസം കിട്ടണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഇനി വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പതുക്കെ അങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് ഞാൻ, ഇതിങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഭാഗവും കഴിഞ്ഞ് ഇനി അടുത്ത ഭാഗം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ആ ഒരു തലഭാഗം ഒന്നുകൂടി മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ തലഭാഗത്ത് കുറച്ചൊരു വേവ് കുറവായിട്ട് തോന്നി എനിക്ക്, അതായത് ഇങ്ങനെ ഫ്രൈ ആയി കിട്ടാത്ത പോലെ തോന്നി. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് വീണ്ടും ഞാൻ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ മറിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ ഗ്രേവി ഉണ്ടാക്കി വെച്ച് മുഴുവനായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഗ്രേവി ഇതിൻ്റെ മുകളിലോട്ടായിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള ഗ്രേവി അതിൻ്റെ സൈഡ് ഭാഗത്തോട്ടായിട്ടും ഒഴിച്ച് കൊടുക്കണം. ഇനി ഒന്നുകൂടി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഗ്രേവി ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നേരത്തെ ഒരു സ്റ്റോറി പറഞ്ഞല്ലോ, ഉമ്മച്ചിൻ്റെ പുയ്യാപ്ല സൽക്കാരത്തിന് ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ അതിൽ അത്തരത്തിലുള്ള ആ ഒരു റെസിപ്പിയിലോട്ട് ഗ്രേവി ഇല്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഉമ്മച്ചി നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില കൂടി വെതറി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെ, പത്തിരിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്